കഴിയുന്നത് കൊടുക്കാൻ കഴിയോ? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളോ, സ്വർണത്തിന് വല്ലാത്ത വിലയാണ് മോള്. അല്ലാഹുവേ, ഇന്ന് സ്വർണത്തിന് വല്ലാത്ത വിലയാ. സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലും ഈ സദസ്സിലില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കൊടുക്കുന്നതിന് പ്രതിഫലം വല്ലാത്ത കൂടുതലാ. നീ ആവശ്യക്കാരനായിരിക്കുന്ന സമയത്ത് കൊടുക്കുന്നതിന് പ്രതിഫലം കൂടുതലാണ്. ലന്തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഉസ്താദ്, ഇസ്ലാമികപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയല്ലോ ഉസ്താദ്, എന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു മോതിരമുണ്ടല്ലോ, ഒരു വളയുണ്ടല്ലോ, എന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു കമ്മലുണ്ടല്ലോ, ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി തരാം ഉസ്താദ്. ആരോടും ഞാൻ പറഞ്ഞു നിർത്തിയിട്ടില്ല. അല്ലാഹുവേ, നിങ്ങൾ തന്നാൽ തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. കാരണം സദഖ കൊടുക്കണമെങ്കിൽ നീ വിചാരിച്ചാ പോരാ. ഒരിക്കലും നീ കരുതരുത്. നീ മാത്രം വിചാരിച്ചാ പോരാ. നിന്നെ പടച്ച അല്ലാഹു വിചാരിക്കണം. ആ റബ്ബാണ് നിന്റെ മനസ്സിൽ തോന്നൽ തരുന്നത്. എത്രയോ കോടീശ്വരന്മാരുണ്ട്, പക്ഷേ കൊടുക്കാൻ മനസ്സാണ്. ഒരുപാട് സ്വർണ്ണാഭരണം പ്രായം ചെന്ന ഉമ്മയുടെ ചെവിയിലും പടച്ചവനെ കിടക്കുന്ന സ്വർണ്ണമുണ്ടല്ലോ. 18, 20, 30 വയസ്സുള്ള പെണ്ണല്ല, 50, 60 വയസ്സും കഴിഞ്ഞ് കബറിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന ഉമ്മ പോലും എന്തിനാ ഉമ്മ സ്വർണ്ണത്തിനോട് ഇത്ര ആർത്തി? എന്തിനാ? നിന്റെ ഉമ്മ പോയപ്പോ എന്തുകൊണ്ടുപോയി? നിന്റെ വാപ്പ പോയപ്പോ എന്തുകൊണ്ടുപോയി? ഉമ്മാടെ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് നീയല്ലേ നിന്റെ ഉമ്മാടെ ശരീരത്തിൽ കിടന്ന സ്വർണ്ണാഭരണങ്ങളെ ഊരിയെടുത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇന്ന് സദഖയുടെ മഹത്വം പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയണമെന്നില്ല. ഇന്ന് സദഖയുടെ മഹത്വം പറഞ്ഞാൽ സദഖ കൊടുക്കാൻ പറഞ്ഞാൽ തിരിയുന്നില്ല. എങ്കിൽ തിരിയുന്ന ഒരു സമയമുണ്ട്. ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. എപ്പോഴാണ് തിരിയുന്നതെന്നറിയോ? അല്ലാഹുവേ, പാപങ്ങൾക്ക് ചോദിച്ചാൽ, തീമീങ്ങൾക്ക് ചോദിച്ചാൽ, രോഗികൾക്ക് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ പള്ളികൾക്കാകട്ടെ മദ്രസകൾക്കാകട്ടെ ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും ഉണ്ടായിട്ടും കൊടുക്കാത്തവനെ, നിനക്ക് തിരിയുവടാ. നിനക്ക് തിരിയുന്ന ഒരു സമയമുണ്ട്. സദഖ കൊടുക്കാൻ നീ കൊതിക്കുന്ന ഒരു സമയമുണ്ട്. തെണ്ടുന്ന ഒരു സമയമുണ്ട്. യാചിക്കും, അല്ലാ എനിക്കൊരവസരം താ അല്ലാ. എന്റെ സമ്പാദ്യം മുഴുവനും ഞാൻ നിന്റെ ദീനിന് വേണ്ടി കൊടുക്കാ തമ്പുരാര്. എപ്പോഴാണ് യാചിക്കുന്നത്? ഞാനല്ല പറഞ്ഞത്, അല്ലയാ പറഞ്ഞത്. ആർക്കും കൊടുക്കാതെ വാരിക്കൂട്ടി വെച്ചിരിക്കുന്ന നിന്റെ സമ്പാദ്യം മുഴുവനും മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ അല്ല നിന്റെ മുന്നിൽ കൊണ്ടുവരുമടാ. അമേരിക്കയിലാണ് നീ ഇട്ടിരിക്കുന്നതെങ്കിലും, ഈ ലോകത്തിന്റെ ഏത് മൂലയിലാണ് നിന്റെ സമ്പാദ്യം കിടക്കുന്നതെങ്കിലും, നിന്റെ സർവ്വസമ്പത്തും അല്ലാണ്ട് നിന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ സ്ക്രീനിൽ കാണിച്ചു തരും. ഈ ബിൽഡിംഗ് കാണുന്നത് പോലെ നിന്റെ കണ്ണിന്റെ മുന്നിൽ അല്ലാഹു നിന്റെ വീട് കാണിക്കും, നിന്റെ സ്വർണം കാണിക്കും, നിന്റെ ജാഗ കാണിക്കും, നിന്റെ ബിസിനസ് കാണിക്കും. എല്ലാ നിന്റെ കണ്ണിന്റെ മുന്നിൽ കാണിച്ചു തരുമ്പോ അല്ലാഹുവേ, ഇതൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകുകയാ. ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ലല്ലോ, ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ. പടച്ചവനെ, എനിക്ക് ഇതുവരെ ഇത് തിരിഞ്ഞില്ലല്ലോ. കോടീശ്വരനായ എന്റെ വാപ്പാര് 3 കഷ്ടം വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് പള്ളിയുടെ മൂലയിലിരിക്കുന്ന പൊടിയടിച്ച മയ്യത്ത് കട്ടിലിനകത്ത് എടുത്ത് വെച്ചിട്ട് ചുമന്നു പള്ളിയിൽ കൊണ്ടുപോയി പച്ച മണ്ണിലിറക്കി വെച്ചപ്പോ എനിക്കിത് മനസ്സിലായില്ലല്ലോ. എന്റെ ഉമ്മാടെ ശരീരത്ത് കിടന്ന സ്വർണം മുഴുവനും ഊരി മാറ്റിയിട്ട്, ഉമ്മാടെ ശരീരത്ത് കിടന്ന വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ഊരി മാറ്റിയിട്ട്, ഉമ്മ നമസ്കരിക്കുമ്പോ ധരിക്കുന്ന വെള്ള പോലെയുള്ള വസ്ത്രം 3 കഷ്ടം കഫൻ തുണിക്കകത്ത് എന്റെ ഉമ്മാനെ പൊതിഞ്ഞു പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയപ്പോ എനിക്ക് തിരിഞ്ഞില്ലല്ലോ. അല്ലാ, ഞാനും ഇതുപോലെ ഒരു ദിവസം പോകേണ്ടവളാണെന്ന് എനിക്ക് ബുദ്ധിയില്ലാതെ പോയല്ലോ. ചിന്തിക്കാൻ കഴിവില്ല.